കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതത്തെ അത്ലറ്റുകൾ ഓടുന്ന ഒരു ഓട്ടത്തോടാണ് അപ്പോസ്തലനായ പൗലോസ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ നിരവധി പ്രസ്താവനകളിൽ അത് അപ്പോസ്തല പ്രവൃത്തിയിലാകട്ടെ, ഫിലിപ്പിയ ലേഖനത്തിലാകട്ടെ, കൊലോസ് ലേഖനത്തിലാകട്ടെ, അതുപോലെ എബ്രായ ലേഖനത്തിലാകട്ടെ, വളരെ വ്യക്തതയോടുകൂടെ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഓട്ടത്തിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത് ഏഥൻസ് ഒളിമ്പിക്സ് നടന്ന കാര്യം നമുക്കറിയാമല്ലോ. ഒരുപക്ഷെ ആ ഒരു പശ്ചാത്തലമൊക്കെ ആയിരിക്കാം അപ്പോസ്തലനായ പൗലോസിനെ ക്രിസ്തീയ ജീവിതത്തെ ഓട്ടത്തിനോട് തുലനം ചെയ്യുവാൻ ഇടയായി തീർന്നത്. ഒരു അത്ലറ്റ് തൻ്റെ ഓട്ട മത്സരത്തിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും ഒരുപക്ഷെ അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടാകാം. ചിലത് ത്യജിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം കുറിച്ചുകൊണ്ട് സ്ഥിരതയോടുകൂടെ ഓടുന്ന അത്ലറ്റ് എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിലെ ഈ ആശയത്തെ പഠിക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. 1-ാം വാക്യത്തിൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, ഓരോ വ്യക്തിയുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നതായ, നമ്മൾ പൂർത്തീകരിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതമാണ്. അത് ഒരു ഓട്ടത്തിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം ഒരു താരതമ്യം നടത്തുമ്പോൾ നമ്മൾ ഈ അത്ലറ്റ് ഓടുന്ന ഓട്ടത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലത് വിടണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നാം വിടണം. അതുപോലെ ഓട്ടം എങ്ങനെ ഓടണം, നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം, സ്ഥിരതയോടുകൂടെ ആയിരിക്കണം. 2-ാം വാക്യമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകൻ എന്നാണ്. എന്താണ് വിശ്വാസത്തിന്റെ നായകൻ എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ദ ഓഥർ ഓഫ് അവർ ഫെയ്ത്ത് എന്നാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓഥർ, നായകൻ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ തുടക്കം അവനാണ്. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, ഈ ഓട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ യേശു നമ്മോടൊപ്പം ഉണ്ട്. അത് നമുക്കൊരു പ്രചോദനമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓടുമ്പോൾ അവൻ നമ്മോട് കൂടെയുണ്ട്, അതും നമുക്ക് വലിയൊരു പ്രചോദനമാണ്. 3-ാമതായിട്ട് അദ്ദേഹം പറയുന്നു, നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ ആ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മെ കാത്ത് അവൻ നിൽപ്പുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ ഓട്ടം പൂർത്തീകരിച്ച ആളുകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസവീരന്മാരുടെ വലിയൊരു ലിസ്റ്റ് അവിടെ കാണുന്നുണ്ട്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹമെന്നാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസ് എന്നാണ്. നമുക്കറിയാവുന്ന പോലെ ആകാശത്തിൽ നിരവധി മേഘക്കൂട്ടങ്ങളുണ്ട്. അതിലൊരു മേഘക്കൂട്ടം പോലെ ഈ സാക്ഷികൾ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരും ഇതേ വിശ്വാസ ജീവിതം പൂർത്തീകരിച്ചവരായ ആളുകളാണ്. എന്നാൽ ഇവരെല്ലാം പൂർത്തീകരിച്ചപ്പോൾ ആ പൂർത്തീകരണത്തിന് ഇവരെ സഹായിച്ച 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇവിടെ പറയുന്നത്. 1, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിടണം. 2, സ്ഥിരതയോടുകൂടെ ഓടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധയെ പതറിച്ച് കളയുവാൻ ശ്രമിക്കുന്നതായ അനേക കാര്യങ്ങൾ ചുറ്റുപാടുമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും അതുണ്ടാകും. പക്ഷെ അവിടെ നമുക്ക് സ്ഥിരത ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ മുമ്പിൽ വരുന്നതായ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുക വഴി, അവയുടെ മേൽ നിയന്ത്രണം ഏറ്റെടുക്കുക വഴി നമുക്ക് സ്ഥിരതയോടുകൂടെ ഓടുവാൻ സാധിക്കും. 3-ാം വാക്യം നാം വായിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണവും മടുപ്പും ഉണ്ടാകാം. അവിടെയും സ്ഥിരതയോടെ ഓടുവാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. അപ്പോൾ ലക്ഷ്യം യേശുവാണെന്നാണ് 2-ാം വാക്യം പറയുന്നത്. യേശുവിനെ നോക്കി നാം ഓടണം. നമ്മുടെ ലക്ഷ്യം യേശുവാണ്. ഇന്ന് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ചുറ്റുപാടും പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കളയുന്നതാണ്. ഇന്നത്തെ ആധുനിക മീഡിയകൾ, സോഷ്യൽ മീഡിയകൾ, അതിലൂടെ വരുന്നതായ വാർത്തകൾ, ആളുകൾ ഷെയർ ചെയ്യുന്നതായ കാര്യങ്ങൾ, പലപ്പോഴും നമ്മൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്ന് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നശിപ്പിച്ചു കളയുമ്പോൾ, അവയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, ഇന്ന് നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, നാം നോക്കേണ്ടത് സോഷ്യൽ മീഡിയ അല്ല. നമ്മുടെ കയ്യിൽ ധാരാളം ഗാഡ്ജറ്റുകൾ കാണുമായിരിക്കാം, പക്ഷേ നമ്മുടെ ശ്രദ്ധ കർത്താവ് യേശുക്രിസ്തുവിലേക്കാകണം. യേശുക്രിസ്തുവിലേക്കുള്ള ശ്രദ്ധയിൽ നിന്ന് നമ്മെ തിരിച്ചു കളയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലോ ഉണ്ടെങ്കിൽ
അവയുടെ മേൽ നിങ്ങൾക്ക് ജയമെടുക്കുവാൻ സാധിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന കുറഞ്ഞോ? നിങ്ങളുടെ വചനധ്യാനം കുറഞ്ഞോ? വിശ്വാസം കുറഞ്ഞോ? അതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി. ലക്ഷ്യം മറക്കരുതേ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പത്രോസ് യേശുവിൻ്റെ ആ കണ്ണിലോട്ടുള്ള ആ നോട്ടത്തിൽ നിന്നും അവൻ മാറിയപ്പോൾ അവൻ ആ വെള്ളത്തിൽ മുങ്ങി താണതുപോലെ നമ്മുടെ ജീവിതത്തിലും വീഴ്ചകൾ വരാം. എന്നാൽ അതിന് നടുവിൽ നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ കർത്താവെങ്കിലുള്ള ആ നോട്ടം മാറ്റരുത്. ലക്ഷ്യം യേശുവാണ്. ഈ ഭൂമിയിലുള്ള ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം. പലപ്പോഴും ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഞങ്ങൾ മറ്റു പലതിനെയും ഞങ്ങൾ നോക്കാറുണ്ട്. ഞങ്ങളുടെ ആത്മീയ ജീവിതം പോലും അപകടത്തിലാകുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. കർത്താവെ, എന്നാൽ ഇന്ന് ഈ വചനത്തിനുപാകെ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നു. കർത്താവെ, അങ്ങയിൽ നിന്നും ഞങ്ങൾ ശ്രദ്ധ മാറ്റുകയില്ല. ദൈവവചനത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുകയില്ല. പ്രാർത്ഥനയിൽ നിന്നും ശ്രദ്ധ മാറ്റുകയില്ല. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.